പപ്പായയുടെ അതെവിടെയാ? ഞാനില്ല, ഞാൻ അമ്മാമ്മ ചേച്ചിയെടുത്ത്. നമ്മൾ കാസർഗോഡിലായിരുന്നു. ആ, കാസർഗോഡിലായിരുന്നു. നമ്മളിന്ന് ഒരു ബിഗ് ഷോപ്പിങ്ങിന് പോകാൻ പോവാണ്. ഞങ്ങളുടെ അടുത്തൊരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്കാണ് ഇപ്പോൾ പോകാൻ പോണത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. കുറച്ച് സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഈ വണ്ടി പിന്നാലെ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പോണ സ്ഥലത്തേക്കൊക്കെ ഞാനും പോകാനാണ് പ്ലാൻ. നമുക്കിവിടെ വണ്ടി നിർത്താം, അങ്ങോട്ട് വണ്ടി കയറില്ല. അതുവരെ നമുക്ക് അമ്മയുടെ പിന്നാലെ പോവാം. ഇവിടെ മൈദ അമ്മാവ് എന്തെങ്കിലും അമ്മ എടുക്കുന്നുണ്ട്, പിന്നെ പരിപ്പ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വണ്ടിയിലേക്ക് ഇട്ടിട്ട് വരാം. ഇവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല, ഈ സാധനം വെള്ളത്തിൽ ശല്യം. ഇനി പരിപ്പാണുള്ളത്. പരിപ്പ് ഇട്ടുന്നുണ്ട് അമ്മ. 1 കിലോൻ്റെയാണോ 1/2 കിലോൻ്റെയാണോന്ന് അറിയില്ല. നമ്മൾ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 സാധനങ്ങളായി. പിന്നെ നമുക്ക് ബാക്കിലേക്ക് പോവാം. പിന്നാലെ വരാം. വണ്ടി തിരിക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അതെ, അമ്മ അവിടെ എന്തൊക്കെ നോക്കുന്നുണ്ട്. സോപ്പാ നമ്മളന്നാൾ വാങ്ങിയത് പപ്പായയുടെ അതെവിടെയാ? ഞാനില്ല, ഞാൻ അമ്മാമ്മ ചേച്ചിയെടുത്ത്. നമ്മൾ കാസർഗോഡിലായിരുന്നു. ആ, കാസർഗോഡിലായിരുന്നു. ഇത് പൈനാപ്പിളിൻ്റെയാ. അതാ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. പപ്പായയുടെ ഒരു ഇത് ഉണ്ട്, സോപ്പ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. കാണാനില്ല ഇവിടെ. എവിടെയാ? ഇതാണ് സോപ്പുകൾ സെക്ഷൻ. ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇത് റവ തന്നെയാണ്. റവ, ഇത് പോൺസിൻ്റെ സൺസ്ക്രീന്, പിന്നെ പരിപ്പ്, ഒരു പപ്പായയുടെ സോപ്പ്, പിന്നെ മൈദ. ഇത്ര സാധനങ്ങൾ എടുത്തേക്കണം. ഇനിയും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, ഇനിയും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സാധനങ്ങൾ എടുക്കാൻ പോവാം അമ്മയോടൊപ്പം. ഒരു സോപ്പും കൂടി വേണമെന്നാണ് ഒരിത്. ഹിമാലയയുടെയാണിത്. ഇല്ലാത്ത സോപ്പ് എടുക്ക്. അയ്യോ, പപ്പായയുടെ തന്നെ ഒരെണ്ണം കൂടി എടുത്തോ, അതാ നല്ലത്. ഗൈസ്, അങ്ങനെ നമ്മൾ പപ്പായയുടെ 2 എടുത്തിട്ടുണ്ട്. അപ്പം 50 100 നമ്മൾ പപ്പായയുടെ സോപ്പ് എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇനി വേറെ നമുക്ക് നോക്കാം. ഇനി എന്തിട്ടുള്ള ഇനി അമ്മ അങ്ങോട്ടാണ് ഇട്ടാ പോണേ. നമുക്ക് അങ്ങോട്ട് പോകാൻ വണ്ടി വന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് ഗൈസ്. അയ്യോ, വീഡിയോ എടുക്കണ കാരണേ ഒരു ക്യാമറ വാങ്ങേണ്ട ആവശ്യമുണ്ട്. എന്തായാലും എന്നൊന്നും വാങ്ങില്ല, ഇപ്പോഴൊന്നും വാങ്ങില്ല. പിന്നെ ഒരു നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എത്ര രൂപയാ? ഇതിന് നല്ല വിലയുണ്ട്. ആ ഗൈസ്, 145 രൂപയുടെ ഒരു നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടോട്ടൽ ഇടുമ്പോൾ 1000-ൻ്റെ ഉള്ളിൽ വരുന്ന, 1000-ൻ്റെ ഉള്ളിൽ എന്തായാലും വരുന്നു. പിന്നെ പച്ചക്കറി സാധനത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മ. അതെ, നമുക്ക് ഈ വണ്ടി സൈഡാക്കാം. അതെ, ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. 1/2 കിലോനാ തോന്നുന്നു. പിന്നെ ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇഞ്ചി 2 എടുത്തിട്ടുണ്ട്. ഇതാണ് പച്ചക്കറിയുടെ സെക്ഷൻ. ഇനി ഇവിടെ ആണെങ്കിൽ തിന്നണ സാധനങ്ങൾ ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇവിടെ ന്യൂട്ടെല്ല അങ്ങനെ സാധനങ്ങളാണ്. ന്യൂട്ടിലേക്കൊക്കെ 300-500 വന്നു തുടങ്ങി. പിന്നെ ടൊമാറ്റോ സോസ് ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഭാഗം വരുമ്പോൾ കൂം പാർട്ട നോക്കി വെക്കുന്നിട്ടാണ്. കൂം പാർട്ട്. ഇവിടെ കുറച്ച് പഴങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കവറിന്. അപ്പോൾ ഇവിടെയാണ് അമ്മ ഈസ്റ്റ് എടുക്കണം. ഈസ്റ്റാണ്. അപ്പക്കായൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതേ, അപ്പോൾ നമ്മൾ നിലവിൽ എടുത്തേക്കണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ എടുത്തേക്കണേ? ഇതേ, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പയറ്, പിന്നെ നമ്മുടെ ഒരു മുരിങ്ങമൂല എടുക്കുന്നുണ്ട്. ഇനി എടുക്കുന്നുണ്ട് അമ്മ ക്യാരറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഇതേ ക്യാരറ്റ് എടുക്കുന്നുണ്ട്.
പിന്നെ 2 കായ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മഷ്റൂമൊക്കെ കാണാം കേട്ടോ. ഇത് മഷ്റൂം എനിക്കിഷ്ടമില്ല. ഇഷ്ടമുള്ളൊരു കമൻറ്റിലിടുക. കുറച്ച് ഇതെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെല്ലിക്ക. അപ്പോൾ കുറച്ച് നെല്ലിക്ക എടുക്കുന്നുണ്ട്. കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു ഐസ്ക്രീം സെക്ഷൻ കാണാം. ഇത് ഐസ്ക്രീമിൻ്റെ അല്ലേ, ഇങ്ങനെ ബർഗർ അങ്ങനത്തെ ഒക്കെ പൊരിക്കേണ്ടതാണ് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇപ്പുറത്താണ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ. ഇവിടെ ബിസ്ക്കറ്റിൻ്റെ ഓഫറുകൾ. കുറച്ച് ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ബീട്രൂട്ട് നമ്മൾ പച്ചക്കറി സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ എടുത്തേക്കണം. ഇനി ഇവിടെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് എന്നിട്ട് കക്കിരിയാണ്. കക്കിരി ഇട്ടുണ്ട്. കുക്കുംബർ ആ കക്കിരി എന്നും പറയാം, കുക്കുംബർ എന്നും പറയാം. അപ്പോൾ 4 എടുത്തുണ്ട്. പിന്നെ മഷ്റൂം ഉണ്ട്. ഞാൻ തിന്നില്ല. 75 രൂപയാണ് കേട്ടോ. അത് വേണ്ട. പിന്നെ മേലേക്കാണ് നോട്ടം. മേലെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത് എന്നിട്ടാണ് പടവലങ്ങി എടുത്തിട്ടുണ്ട്. ഒരു പടവലങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ പഴ അടുത്തോ മിച്ചറ. അപ്പോൾ തിന്നാം. അതെടുത്തോ. അത് കുറച്ച് പാകമുണ്ട്. പാകമായിട്ടില്ല, പച്ചയാ. ഇത് പൂവമ്പഴ. പഴം എടുത്തോ മിച്ചറിനൊപ്പം നിന്നാം. ഏകദേശം നമ്മൾ പഴം വിരിക്കണ്ടിട്ടാ. ആ സഞ്ചി എടുക്കുന്നുണ്ട്. നമ്മൾ സഞ്ചി ഇതിൻ്റെ ഉള്ളിൽ വേറെ സഞ്ചി ഉണ്ട്. അമ്മ ഈ സഞ്ചിയിൽ മതിയാ പുറത്ത്. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഇട്ട് ഇതിലാണ് ഇടുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇടണത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ മസാലകൾ ഇരിക്കുന്നുണ്ട്. മുളക്, മല്ലിപ്പൊടി അങ്ങനത്തെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തോ കുമ്പളങ്ങയൊക്കെ നോക്കി, ചെമ്മത്തങ്ങയൊക്കെ നോക്കി ആകെ തെറ്റി. പക്ഷെ മത്തങ്ങയ്ക്ക് നല്ല വലിപ്പമുണ്ട്. പപ്പടത്തിൻ്റെ സെക്ഷൻ മത്തങ്ങ ഇട്ടു. ഇതിൻ്റെ വലിപ്പം നോക്കി. ഇതിൻ്റെ പേര് അറിയണ ഒരു കമ്പനി കിട്ടാം. പച്ചക്കറിയുടെ ഒന്നും എനിക്കങ്ങനെ അറിയില്ല പ്രത്യേകിച്ച്. അപ്പോൾ ചേച്ചി ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫൈനലി എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു മിനിമം ഒരു 1000 സംതിങ്, 1000-ൻ്റെ അടിയിൽ വരുന്നതാണ്. 500-ന് മേലെ എന്തെങ്കിലും വരും. അത് ഉറപ്പാണ് ഗൈസ്. 500-ന് മേലെ വരും ഇങ്ങനെ പോയാൽ. 1 കിലോന് 36 ഇത് മത്തങ്ങയ്ക്ക്. പിന്നെ കുമ്പളങ്ങ എടുക്കുന്നുണ്ട് നമ്മൾ. കുമ്പളങ്ങ ആ വലിയ സാധനത്തിൻ്റെ പേര് കുമ്പളങ്ങ എന്നാണ് ഗൈസ്. അപ്പോൾ കുമ്പളങ്ങ 1 കിലോ വേണം. അതെടുക്കണം. ഒരു വലിയ ഒരു അത്യാവശ്യമില്ലാത്ത ഒരു ഷോപ്പിംഗ് ഗൈസ്. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇത്രയ്ക്കൊക്കെയാണ് മേടിച്ചത് കേട്ടോ. വലിയ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞുതരാം. ഇതുണ്ട്, ഞാൻ പറയാം. ഇത് ഉരുളക്കിഴങ്ങുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പയറുണ്ട്, വെണ്ടയ്ക്കുണ്ട്, പിന്നെ പരിപ്പ് അങ്ങനത്തെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ ഫുള്ളും എണ്ണോക്കാം. 1/2 കിലോ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അരിച്ചിത് വെക്കുന്നുണ്ട് ട്രേയിൽ. അപ്പോൾ മറ്റേ എന്താണ് കുമ്പളങ്ങ മറ്റേ എന്താണ് അങ്ങനെയാവട്ടെ അത് വെക്കുന്നുണ്ട്. പിന്നെ 1/2 കിലോ നമ്മൾ പഴം എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തുകൊണ്ടിരിക്കണം. നേന്ത്രപ്പഴമാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബില്ലടിക്കാൻ നമുക്ക് നോക്കാം. വേറെ നിങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ സെക്ഷനിലാണെങ്കിൽ കുറച്ച് മിഠായികളൊക്കെ വരുന്നുണ്ട്. പിന്നെ പൊറോട്ടയുടെ ഇത് വരുന്നുണ്ട്, കേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു മാർക്കറ്റിനാണ്. പിന്നെ ബർത്ത്ഡേക്ക് കൊടുക്കുകയാണെങ്കിൽ മിഠായിയൊക്കെ ഇങ്ങനെ കൊടുക്കാം, ഒരു പെട്ടിയിൽ പോലെ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ കണ്ട നമ്മൾ കിണ്ടർ ജോയ് ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേനകളുടെ സെക്ഷൻ അവിടെയാണ്. അതെ, പേനകളുടെ സെക്ഷൻ ഈ സ്ഥലത്താണ് ബില്ലടിക്കും. 1 2 3 4 എണ്ണം ഉണ്ട്. ഇവിടെ നിന്ന് തിരക്കിലത്തെ കാര്യം ഇതിങ്ങനെയൊന്നുമില്ല. രാത്രി ഇങ്ങനെയല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ വെച്ചാണ് നമ്മൾ പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം എടുത്തിട്ട് നമ്മൾ ട്രയലിടാം. യെസ് കിട്ടുന്നിട്ടാ. നമുക്ക് ബില്ലടിക്കാൻ പോവാം. എടുക്കാൻ പോകുന്നിട്ടാ. ഇനി അങ്ങോട്ടാണോ ഓക്കെ. നമ്മൾ ഇവിടെ വെക്കാനാണ് നമ്മൾ പറഞ്ഞേ. ആരെങ്കിലും എടുത്തുകൊണ്ട് വേണ്ടിയിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീടുകൾക്ക് ഭംഗി തരാൻ ഇങ്ങനെ ഷട്ടിൽ ബെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, വീടിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ താക്കോലിൻ്റെ സാധനമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇപ്പോൾ വേണ്ട. പിന്നെ അമ്മ നോക്കണമെന്ന് പറഞ്ഞാൽ മേക്കപ്പ് സെറ്റ് ഇടാൻ
ഇത്ര വലുതൊക്കെ ആണോ ചേച്ചിക്ക്? തട്ടുകളാ ചേച്ചി? ദേ ഇത് ദേ അല്ല, ദേ ഇവിടെ മിക്സ് ഇങ്ങനെ 4 പക്ഷെ അപ്പോൾ അതില്ല, ചേച്ചിക്കാണ് വേണ്ടത് കേട്ടാ. ഇനി മേക്കപ്പ് സെറ്റ് ഇതെന്താണോ? ഇത് മറ്റേ സ്പ്രേ ചെയ്യാനുള്ള സാധനം. ഇത് തട്ടല്ല, ഇതുമല്ല. ഇങ്ങനെ ഒരു സാധനത്തിൽ തന്നെ ഇങ്ങനെ വരുന്നതല്ലേ ഗൈസ്. അങ്ങനെ പിടിക്കുന്നത് നമുക്ക് നാണിക്കേടാണ്. ഇപ്പോൾ ക്യാമറ ഒക്കെ ഉണ്ട്. ഇത് വേണോ ഗൈസ്? ഇതിൻ്റെ ചെറുതാണ് കേട്ടോ ഉദ്ദേശിക്കണേ. പ്ലാസ്റ്റിക്കിൻ്റെ ഇലയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒന്നും കാണാനില്ല. ഇതാണോ? അല്ലാതെ ഗൈസ് ഇതൊന്നുമല്ല. അപ്പുറത്തെ സെക്ഷനിൽ നോക്കി നോക്കാം. ദേ കിട്ടി നമുക്ക് ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഫൈനലി അങ്ങനെ ഞാനാണ് കണ്ടുപിടിച്ചത്. അമ്മയ്ക്ക് പക്ഷെ സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഞാനാണ് ഈ ട്രേ കണ്ടുപിടിച്ചത് കേട്ടാ. വില തന്നെ വരുന്നുണ്ട് കേട്ടാ. ദേ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ദേ ഇങ്ങനെ വലിക്കാം, ദേ ഇങ്ങനെ വലിക്കാം. ദേ ഇവിടെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ അല്ലേ? പിന്നെ ഏതാ? അങ്ങനത്തെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് വലിക്കുന്നത്? അതിൻ്റെ ചെറുതല്ലേ? അതൊരു ബക്കറ്റില്ലേ, ബിരിയാണി ബക്കറ്റ് പോലത്തെ, പച്ചക്കറികളൊക്കെ വീട്ടിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എയർ പമ്പൊക്കെ വരുന്നുണ്ട്. ഇത് മറ്റേ സാധനമാണ് ഗൈസ്. ഇത് പിടിച്ചേ, അപ്പത്ത് പിടിച്ചേ. അല്ല, അതിൻ്റെ ഉള്ളിക്ക് താത്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അമ്മയില്ലാത്ത കാരണം തന്നെ നമ്മൾ ട്രൈ നോക്കാൻ പോകണം ഗൈസ്. കണ്ട ഇവിടെ കുറേ കുടികളൊക്കെ ഉണ്ട്. പന്നി, പൂച്ച, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ ചെറിയ കത്രിക വേണ്ടമ്മ, ചെറുത് വേണ്ടല്ലേ ഗൈസ്. കത്രിക ഉണ്ട്. കുറേ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട് കേട്ടോ. അവിടെ ചേച്ചിരിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ, ചില്ല് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില്ല്. ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെയുള്ള ഇത്. പിന്നെ ഇവിടെ അലുമിനിയത്തിൻ്റെ സാധനങ്ങളിരിക്കുന്നുണ്ട്, ബുക്കുകൾ. നമുക്ക് ആ ട്രേ കണ്ടുപിടിക്കാൻ പോകാം. ഇതെല്ലാം ഉണ്ട്. വേറെ എടുത്തിട്ടുണ്ട്. ഇതാണ് എടുത്തേക്കണം, ഓറഞ്ച്. പിന്നെ മാസ്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ വേറെ ലൈറ്റർ ഇങ്ങനത്തെ ലൈറ്റർ ഉണ്ട്. ഇങ്ങനത്തെ ലൈറ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് 2 ഇതേ ചുവപ്പും മഞ്ഞളും വാങ്ങിക്കുന്നത്. ഇനി നമുക്കിത് ട്രൈ ഇടാം. നമ്മുടെ അത് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിക്ക് പോവും. അവത് ഉള്ളിക്ക് പോവും. ഇത് വേണ്ട ഇവിടെ കിട്ടുന്ന ലേറ്റർ ഇതൊക്കെ ഇവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ 2 പാത്രങ്ങൾ സോപ്പ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേണം. എന്തായാലും 1000 രൂപയാവും എന്തായാലും ഉറപ്പാണ്. ആ ലേറ്റർ നോക്കിയാലോ? അത് വേണ്ടേ ഗൈസ്? അപ്പോൾ ആ ലേറ്റർ വേണ്ട. പിന്നെ ഇവിടെ ക്ലോക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്, കണ്ണാടി ഇരിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ചൂല് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചേച്ചി ഇവിടെ ഒതുക്കി വെക്കുന്നുണ്ട്. നമ്മുടെ മറ്റു സാധനം ഇവിടെ ഫോട്ടോകളൊക്കെ ഉണ്ട്. നമ്മുടെ തിരുവിതയത്തിൻ്റെ ഫോട്ടോ ഇത് ഉണ്ടാവും. ഇവിടെ ഫ്ലവർ പോട്ട്. ഇത് മറ്റേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പോട്ടാണ്. ചവിട്ടി നോക്കുന്നുണ്ട്. ഇവിടെ ചവിട്ടി സെക്ഷൻസ്. ഇവിടെ മറ്റേ സാധനം ബർത്ത്ഡേയുടെ പോപ്പർ, കൂപ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇത് മറ്റേ സാധനം അടിച്ച് വൃത്തിയാക്കാൻ. ഇവിടെ ക്ലിപ്പുകളുണ്ട്. ഇത് മറ്റേ സ്റ്റിക്ക് നോട്ടാണ് ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വേറെ എന്തെങ്കിലും എടുക്കാണ്ടോ നോക്കാം. എന്നിട്ട് ബർത്ത്ഡേയുടെ ഇതൊക്കെ വേണ്ടത്. പുസ്തകം പുതിയാണ് ഗൈസ്. ഇവിടെയുണ്ട് ഗൈസ്. ഇങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കണേ. വേറൊരു പുതിയില്ല, ഇങ്ങനെ മുള്ളു പോലെ നിൽക്കണേ. എന്ത് പുസ്തകം പുതിയുള്ളത്? ഉള്ളൂല്ലേ? നമ്മളെ നേരത്തെ കണ്ടില്ല. പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ അത് കാണാനില്ല. അതില്ല, നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങാം. കഴിഞ്ഞ ഇന്ന് നമുക്ക് ഇത് ബില്ലടിക്കാം. ഇവിടെ നമ്മൾ വന്നത്. ഇവിടെ പോകാൻ പറ്റില്ല.
ഗൈസ് നമുക്ക് മുന്നേ പോകാം. അമ്മ വേറെ എന്തെങ്കിലും നോക്കട്ടെ. അമ്മ ഞാൻ ബില്ലടിക്കാൻ കൊടുക്കട്ടെ. ബില്ലടിക്കാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ബില്ലടിക്കാൻ കൊടുക്കാം. എവിടെയാണ് ബില്ലടിക്കാൻ കിട്ടിയിട്ടാ നമ്മൾ ബില്ലടിക്ക് കൊടുക്കുകയാണ്. പിന്നെ 2 ഇതിൻ്റെ സോപ്പ്, നെയ്യിട്ടാ, പരിപ്പ്, പിന്നെ നമ്മുടെ മൈദയാണ്. മൈദ വെച്ചിട്ടുണ്ട്. ചേച്ചി ബില്ലടിക്കുന്നത്. പിന്നെ ഇത് വെച്ചിട്ടുണ്ട് വലിയ സാധനം, അത് വെക്കുന്നതായിരിക്കും. പിന്നെ 2 ഇത് വെച്ചിട്ടുണ്ട്, സോപ്പ്, പിന്നെ ഇത് റവ, പിന്നെ പോൺസിൻ്റെ ഒരു ക്രീം, ഫിൽസില്ലാക്കണം. പിന്നെ ഫ്ലവറാണുള്ളത്. പിന്നെ ഇതാണുള്ളത് വലുത്. കുറേ പച്ചക്കറി സാധനങ്ങളുണ്ട്. ഇത് എടുത്തിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. ഇത് ഇവിടുത്തെ സാധനങ്ങൾ ഇട്ടുന്നുണ്ട് കേട്ടോ. എത്ര വരും നോക്കാം. പിന്നെ ഗൈസ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 4 മണി സാധനങ്ങളുണ്ട് ഗൈസ്. അത് പറ്റിങ്ങ വാങ്ങണം ഗൈസ്. ഇത്രയ്ക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരെണ്ണം വാങ്ങിയത്. എത്രയാവും അറിയില്ല. ഇനി ഇത് കവറിലിടണം. പറഞ്ഞ പോലെ തന്നെ 1000 രൂപ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 1000 രൂപ കഴിഞ്ഞിട്ടുണ്ട്. 1000 രൂപയുടെ മേലെ കിട്ടാം. വില കൃത്യം എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകണം. ഞാൻ എടുത്തിട്ട് ബാക്കി ഇഷ്ടം കാണാം. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എൻ്റെ സ്കൂട്ടിയുടെ ഞാൻ ഓടിക്കുന്നത്. അപ്പം നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ